സോ ഇന്ന് നമ്മൾ ഓൾഡ് മൂവി റിവ്യൂല് ഡിസ്കസ് ചെയ്യുന്നത് 2011 റിലീസായ ഇത് നമ്മുടെ കഥ എന്ന് പറഞ്ഞ് രാജേഷ് കണ്ണങ്കര എന്ന് പറഞ്ഞ ഡയറക്ടർ ഡയറക്ഷൻ ചെയ്ത ഒരു മൂവിയാണ്. കാസ്റ്റിങ്ങിലോട്ട് പോവുകയാണെങ്കിൽ ആസിഫ് അലി, പിന്നെ അതുപോലെ നിഷാൻ എന്ന് പറഞ്ഞ അപൂർവരാഗം എന്ന് പറഞ്ഞ മൂവിയിലൊക്കെ ആസിഫ് അലിന്റെ കൂടെ ലീഡിങ് ക്യാരക്ടറായിട്ട് ചെയ്തൊരു ആക്ടറാണ് നിഷാൻ. അതുപോലെ അനന്യ, അമല പോള്, പിന്നെ ജഗദീഷ് ശ്രീകുമാർ, ഇന്ദ്രൻസ് ഒക്കെ അടിപൊളിയായിട്ട് നല്ലൊരു റോൾ ചെയ്തൊരു മൂവിയാണ് ഇത് നമ്മുടെ കഥ എന്ന് പറഞ്ഞ ഒരു മൂവി. ഇതിന്റെ ഒരു സ്റ്റോറിയിലോട്ട് വരികയാണെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് സോണിൽ നിൽക്കുന്ന ആ ഒരു ടൈമിൽ എന്താ പറയാ, ആ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ആഴത്തിലുള്ള ബന്ധത്തിൽ, അങ്ങനെ പറയാം, ആഴത്തിലുള്ള ബന്ധത്തിൽ നമ്മൾ അവരുടെ ഫ്രണ്ടിന്റെ ഒരു റിലേഷനും വേണ്ടിയിട്ട് അവർ ഹെൽപ്പ് ചെയ്ത് കണ്ട് അതിലുണ്ടാവുന്ന കുറച്ച് ഇൻസിഡൻസും അല്ലെങ്കിൽ അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റുകളും അതിലുണ്ടാവുന്ന കുറച്ച് ആക്സിഡൻസും കാര്യങ്ങളൊക്കെയാണ് ഈ മൂവിയിൽ ഇവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഞാനിത് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു റിലീസിംഗ് ടൈമിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാരണം ഞാൻ എൻ്റെ ഒക്കെ ചെറുപ്പത്തിൽ കണ്ട ഒരു ടൈമിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഈ മൂവി. ഇപ്പൊ കറന്റ് നമ്മൾ കാണുമ്പോൾ എനിക്ക് കുറച്ച് ക്രിഞ്ച് ഒക്കെ തോന്നാമെങ്കിലും ആ ഒരു ടൈമിൽ നമുക്കതൊരു എന്റർടൈൻമെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളി ഒരു ഫീഡ്ബാക്ക് ഉള്ള മൂവി ആയിരുന്നു. നിലവിൽ ഇപ്പോൾ അവരുടെ അന്നത്തെ ഒരു അഭിനയത്തിന്റെ ഒരു ക്വാളിറ്റി ആയിരിക്കില്ല ഇന്ന്, അത് ഒരുപാട് ബെറ്റർ ആയിരിക്കില്ല. അതിന്റെ കുറച്ച് ഒരു ക്രിഞ്ച് നമുക്ക് ഇന്ന് തോന്നിയേക്കാമെങ്കിലും ബട്ട് എന്തായാലും എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ ഒരു അടിപൊളി മൂവിയാണ്. വേറെ ഇതിലുള്ള ഒരു അഭിനയത്തിന്റെ കാര്യങ്ങൾ തന്നെ കവിയൂർ പൊന്നമ്മയൊക്കെ ഉണ്ട്. ഒരുപാട് നമ്മളൊരു സാഡ് മൂമെന്റ്സും കാര്യങ്ങളൊക്കെ തരുന്ന ഒരുപാട് സീൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിലും നല്ല അടിപൊളി പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഇവരും എല്ലാ കാര്യങ്ങളൊക്കെ. പിന്നെ അതില് ഇന്നെ സംബന്ധിച്ച് എന്താന്ന് വെച്ചാൽ ഈ ഒരു മൂവിയുടെ സ്റ്റോറി നമ്മളെ ഇന്നൊക്കെ പിടിച്ചിരുത്തിയിട്ടുണ്ട് ഫസ്റ്റ് ടൈം ഒക്കെ. കാരണം എന്താവും ഇനി, എന്തിലോട്ടാണ് ഇത് എൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതില് ആ ഒരു പ്രസന്റേഷൻ നൽകിയങ്ങാണ്ട് ഇത് പിടിച്ചു നിർത്തിയിട്ടുണ്ട്. മാത്രമല്ല അത് ഫ്രണ്ട്ഷിപ്പ് സോണിന്റെ കാര്യങ്ങളാണെങ്കിൽ പോലും അതിലുണ്ടാകുന്ന ചീറ്റിങ് കാര്യങ്ങളൊക്കെയാണ് ഇതിന്റെ സ്റ്റോറി ടെല്ലിങ്ങിൽ നമുക്ക് പറയാനുള്ളത്. പിന്നെ അഭിനയത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ആസിഫ് അലി ആ ഒരു ടൈമിൽ ഉണ്ടാകുന്ന ഒരു ബെറ്റർ അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. എനിക്കതിൽ പേഴ്സണലായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അഭിനയം എന്ന് പറയുന്നത് എന്താ പറയാ, ഇന്ദ്രൻസ് കുറച്ച് ചെറിയ റോളെ അതിൽ കൊടുത്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ എന്താ പറയാ പക്കയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളിൽ എത്ര പേര് ഈ മൂവി കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. സോ കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കി, യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. ഈ ഒരു ജനറേഷനിലൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ ഒരു ജനറേഷൻ ഗ്യാപ്പിൽ നമുക്ക് ചിലപ്പോൾ ഇത് കാണുമ്പോൾ ചിലപ്പോൾ ക്രിഞ്ചായി തോന്നിയേക്കാം അഭിനയം കാര്യങ്ങൾ കാണുമ്പോൾ. ബട്ട് അത്ര ഒരു പക്ക ബോറായി കണ്ടൊന്നും എല്ലാവരും പ്രസന്റ് ചെയ്തിരിക്കുന്ന ഒരു ആവറേജ് ലെവലിൽ വരുന്ന ഒരു ഇരുത്തി കാണിക്കാൻ പറ്റുന്ന ഒരു ആവറേജ് മൂവി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾ എന്തായാലും കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമന്റ്സിൽ അറിയിക്കുക. എനിവേ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.